So today we will discuss about a silicon unilateral switch, also called as SUS. Okay. So ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നോക്കിയ പോലെ തന്നെ ഇതൊരു ട്രിഗറിങ് ഡിവൈസ് ആണ്. മെയിൻലി ഇറ്റ് ഈസ് യൂസ് ടു ട്രിഗർ ദി SCR. ഓക്കെ. സോ SCRനെ ട്രിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെയിൻലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് കണ്ടക്ഷൻ ഡയറക്ഷൻ. യൂണിലാറ്ററൽ എന്ന് പറയുന്നു. അപ്പോൾ ഒരു സിംഗിൾ ഡയറക്ഷനിലേ കണ്ടക്ട് ചെയ്യുള്ളൂ. സോ മെയിൻലി ഇത് SCRനെ ട്രിഗർ ചെയ്യാൻ ഓണാക്കാനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് SUS വിത്ത് എക്സ്റ്റേണൽ കമ്പണൻസ് നമുക്ക് ട്രയാക്കിനെ ഓണാക്കാനും ഉപയോഗിക്കാം. ഓക്കെ. So it is a unilateral device, so that is conducting in a single direction only. Okay, so ഒരു particular polarity of voltage മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവാം. ഓക്കെ. സോ കൺസ്ട്രക്ഷൻ വൈസ് ദിസ് ഇസ് സിമിലർ ടു അവർ PUT. Construction wise it is similar to our PUT. Okay, so it is a 4-layer semiconductor device with 3 terminals, anode, cathode, gate. So gate എടുക്കുന്നത് PUT പോലെ തന്നെ ആനോഡിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള N ലെയർ എന്നാണ് ഗേറ്റ് എടുക്കുക. ഓക്കെ. ഒപ്പം തന്നെ ഇതിനകത്ത് ഒരു ബിൽറ്റ് ഇൻ ലോ വോൾട്ടേജ് സെനർ ഡയോഡും കൂടി ഉണ്ട് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് കാത്തോഡ്. PUT പോലത്തെ സ്ട്രക്ചർ പ്ലസ് ഒരു ബിൽഡ് ഇൻ സെനർ ഡയോഡ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് കാത്തോഡ്. ഓക്കെ. സോ സ്ട്രക്ചർ സിമ്പിളും ഈക്വലൻറ്റ് സർക്യൂട്ട് നോക്കാം. സോ സ്ട്രക്ചർ ഇതാ സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ 4 ലെയർ PN അതിൻ്റെ അകത്ത് മുകളിലത്തെ P ലെയർ, പോസിറ്റീവ് ലെയറിന് ആനോഡ്, ദെൻ N ലെയറിന്ന് കാത്തോഡ് എടുത്തു, ദെൻ ആനോഡിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള N ലെയറിന്ന് ഗേറ്റ് ടെർമിനലും എടുത്തു. ഒപ്പം തന്നെ ഗേറ്റിൻ്റെയും കാത്തോഡിൻ്റെ ഇടയിൽ ഒരു ആവലാൻഷ് ഡയോഡ് അല്ലെങ്കിൽ സെനർ ഡയോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇതില്ലെങ്കിൽ സാധാരണ നമ്മൾ PUT സ്ട്രക്ചറാണ്. PUT സ്ട്രക്ചറിനൊപ്പം ഒരു സെനർ ഡയോഡ്. ഓക്കെ. ഇനി സിമ്പിൾ വരുന്നത് ഓക്കെ. സോ ഒരു ഇൻകംപ്ലീറ്റ് ഗേറ്റ് എന്ന രീതിയിലാണ് സിമ്പിൾ വരുന്നത്. ഓക്കെ. ആനോഡ്, കാത്തോഡ്, ഗേറ്റ് 3 ടെർമിനൽ. ഇനി അതിൻ്റെ ഈക്വലൻ്റ് സർക്യൂട്ട് ഇത് നമ്മൾ PUT അല്ലേ. PUTക്ക് ആനോഡും കാത്തോഡും ഗേറ്റ് ടെർമിനലും ഉണ്ട്. ഇനി ആ ഗേറ്റിൻ്റെയും കാത്തോഡിൻ്റെ ഇടയിൽ ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ അതൊരു എന്തായി മാറി? സിലിക്കൺ യൂണിലാറ്ററൽ സ്വിച്ചായിട്ട് മാറി. ഓക്കെ. സോ ഇത് കൺസ്ട്രക്ഷന് PUTക്ക് സിമിലറായിട്ടാണ് വരുന്നത്. വർക്കിങ്ങിന് നമ്മൾ SCRന് സിമിലറായിട്ടാണ് വരുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ കേസിൽ പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ SCRൻ്റെ കേസിൽ വർക്കിംഗ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ SCR സാധാരണ ഒരു SCRൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആനോഡിൻ്റെയും കാത്തോഡിൻ്റെ ഇടയിൽ ഗേറ്റും ഉണ്ട് അല്ലേ. സോ ആനോഡിനും കാത്തോഡിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു 5 വോൾട്ട് അപ്ലൈ ചെയ്തു. ഗേറ്റിൽ 1 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ചിലപ്പം ഓൺ കണ്ടീഷനിലേക്ക് പോകാം. ഇനി നേരെ മറിച്ച് ഇവിടെ ഞാൻ ഗേറ്റിൽ ഒരു 2 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓൺ ആകുമ്പോൾ ആനോഡ് കാത്തോഡിൻ്റെ ഇടയിൽ 4 വോൾട്ട് കൊടുത്താൽ മതി, അന്നേരം അത് ഓൺ ആവും. അങ്ങനെ കുറേ കേസസ് നമുക്ക് കിട്ടും SCRൻ്റെ കേസിൽ. പക്ഷേങ്കിൽ ഈ കേസിൽ ഇവിടെ ഗേറ്റിൻ്റെയും കാത്തോഡിൻ്റെയും ഇടയിൽ ഈ ഇങ്ങനെ ഒരു സെനർ ഡയോഡ് വരുന്നത് കാരണം അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണോ അതിനനുസരിച്ചിട്ട് മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. ഓക്കെ. ഇങ്ങനെ നമുക്ക് വേരിയിങ് ഗേറ്റ് ആനോഡ് വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല SCRൻ്റെ കേസിലെ പോലെ. ഓക്കെ. സോ SUSൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സെനർ ഡയോഡ് അല്ലെങ്കിൽ അവലാൻഷ് ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണോ ആ പെർട്ടിക്കുലർ വോൾട്ടേജിൽ മാത്രമേ നമ്മൾ SUS കണ്ടക്ഷനിലേക്ക് പോവുള്ളൂ. ഓക്കെ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ വർക്കിംഗ് വിത്ത് എ ഫിക്സഡ് ആനോഡ് ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ആനോഡ് ടു കാത്തോഡ് വോൾട്ടേജ്. ഓക്കെ. ഈ ഒരു ഡയോഡിൻ്റെ കാരണമാണത്. ഓക്കെ. സോ വർക്കിങ്ങിൽ മെയിൻലി ഇതാണ് പറയാനുള്ളത്. SUS ക്യാൻ ബി ടേൺഡ് ഓൺ അറ്റ് ഫിക്സഡ് ആനോഡ് ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ആനോഡ് ടു കാത്തോഡ് വോൾട്ടേജ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഇൻറ്റേർണൽ സെനർ ഡയോഡ്. ഓക്കെ. സോ ഇതിൻ്റെ സ്ട്രക്ചർ കൺസ്ട്രക്ഷനെല്ലാം ചോദിച്ചിരുന്നത് സാധാരണ SCRന് എഴുതുന്ന പോലെ തന്നെ എഴുതുക. ഈ ഒരു എക്സ്ട്രാ കാര്യം അവിടെ പറയണമെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്. സോ VI ക്യാരക്ടറിസ്റ്റിക്സ് വർക്കിംഗ് സിമിലർ ടു SCR പറഞ്ഞ പോലെ ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സും സിമിലർ ടു SCR ആണ് വരിക. ഓക്കെ.
സോ ഇതൊരു ഫോർവേഡ് യൂണിലാറ്ററൽ കണ്ടക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫോർവേഡ് ക്യാര മാത്രമേ ഉണ്ടാവുള്ളൂ. റിവേഴ്സ് റീജിയനിൽ ഓക്കെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ റിവേഴ്സ് ബയസ്ഡ് ഡയോഡ് പോലെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക. ഫോർവേഡ് ക്യാര SCR പറയുന്ന പോലെ തന്നെ ആനോഡിനും കാത്തോഡിനും ഇടയിൽ വോൾട്ടേജ് കൊടുത്താൽ ഇനീഷ്യലി ഒരു കുറച്ച് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. പിന്നെ ആ ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാളും കൂടുതൽ പോകുമ്പോൾ അത് കണ്ടക്ട് ഓൺ സ്റ്റേറ്റിങ്ങിലേക്ക് പോകും. ഓൺ സ്റ്റേറ്റ് ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഡിക്രീസ് ചെയ്യും. ആ വോൾട്ടേജ് ഡിക്രീസിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഡിക്രീസ് ചെയ്യും, പിന്നെ കറണ്ട് അങ്ങ് ഇൻക്രീസ് ചെയ്യും ഡിവൈസിലേക്ക് കൂടിയുള്ള. ഓക്കെ, സോ ഇതാണ് SUS എന്ന് പറയുന്ന ട്രിഗറിങ് ഡിവൈസ്.